ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ വോട്ട് ആർക്ക് ലഭിക്കുമെന്നത് പ്രവാസി കുടുംബങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും വളരെയേറെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൂലങ്കഷമായി ഈ തിരഞ്ഞെടുപ്പിനെ പ്രവാസികൾ കാണുന്നതും പ്രവാസി വോട്ട് എങ്ങനെയാണെന്ന് നിരീക്ഷകർ നോക്കിക്കാണുന്നതും കഴിഞ്ഞ 2019 കേരളത്തിലെ വോട്ടെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് മുമ്പും ശേഷവും വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 2021 വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2019 ഓരോ നിയോജകമണ്ഡലത്തിൽ കിട്ടിയ വോട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രവാസികളുടെ വോട്ട് എത്രത്തോളം നിർണായകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 2019 ലോകസഭാ തിരഞ്ഞെടുപ്പിലെ ഓരോ നിയോജകമണ്ഡലങ്ങളിലും കിട്ടിയ വോട്ട് നോക്കുകയാണെങ്കിൽ മറ്റു തിരഞ്ഞെടുപ്പുകളിൽ UDF ഇന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ 2019 തിരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം 2019 ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പിൽ പ്രവാസി സംഘടനകൾ സംഘടിച്ച് യോഗം ചേരുകയും ഈ തിരഞ്ഞെടുപ്പിൽ പ്രവാസികളുടെ വോട്ട് തദ്ദേശ സ്വയംഭരണം അല്ലെങ്കിൽ നിയമസഭ തുടങ്ങിയവയിലെ പ്രാദേശികമായ കക്ഷികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദേശീയമായ കാഴ്ചപ്പാടോടുകൂടി പ്രവാസികൾക്ക് ദേശീയമായ രീതിയിൽ നന്മ ചെയ്യുന്ന പ്രവാസി പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും പ്രവാസി പുനരധിവാസത്തിനും തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉറപ്പു നൽകുന്ന വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം ദൃഢപ്പെടുത്തുന്ന ഒരു ദേശീയ കക്ഷിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയോജകമണ്ഡലത്തിലും LDFന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ UDFന് കിട്ടി. ഇത് ഞാൻ പറയുന്നത് പ്രവാസികളുടെ വോട്ട് ആസന്നമായ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം നിർണായകമായിരിക്കും, എത്രത്തോളം പ്രാധാന്യമുള്ളതായിരിക്കുമെന്ന്. പ്രവാസികൾക്ക് പ്രത്യേകമായ രാഷ്ട്രീയമായ കാഴ്ചപ്പാടോ രാഷ്ട്രീയമായ വീക്ഷണമോ ഇല്ല. പ്രവാസം എന്ന് മാത്രമാണ് അവരെ സംബന്ധിക്കുന്നത്. പ്രവാസികൾക്ക് നന്മ ചെയ്യുന്ന കക്ഷിക്ക്, പ്രവാസി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കക്ഷിക്ക്, പ്രവാസി വോട്ടവകാശം ഉറപ്പു നൽകുന്ന കക്ഷിക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് നമ്മുടെ പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ അടിസ്ഥാനത്തിൽ പ്രകടന പത്രികയിൽ ഉറപ്പായും തിട്ടമായും രേഖപ്പെടുത്തുന്ന കക്ഷികളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ തിരഞ്ഞെടുപ്പിൽ പ്രവാസികൾ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. യൂണിവേഴ്സൽ മീഡിയ റിസർച്ച് സെൻ്ററിൻ്റെ പഠനം അനുസരിച്ച് കേരളത്തിലെ 5 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിൽ പ്രവാസികൾക്ക് പൂർണ്ണമായ സ്വാധീനമുള്ള കക്ഷികളാണ്. കോഴിക്കോട് ജില്ലയിലെ തന്നെ വോട്ടർമാരിൽ 40% പ്രവാസികളും തിരിച്ചറിഞ്ഞ പ്രവാസികളും പ്രവാസി കുടുംബങ്ങളുമാണെന്നതാണ്. ഈ അടിസ്ഥാനത്തിൽ പ്രവാസികളുടെ വോട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒട്ടും അവഗണിച്ചുകൂടാ. ആസന്നമായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരായിരിക്കും ഉണ്ടാവുക എന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും പ്രവാസികൾക്കായിരിക്കും എന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായവും നാം പ്രത്യേകം ശ്രദ്ധേയമാണ്.